Hello. Change of scale property. ഇത് നമ്മുടെ വീഡിയോ നമ്പർ 3 ആണ്. ഓക്കെ, വീഡിയോ നമ്പർ 3. വീഡിയോ നമ്പർ 3ൽ ചേഞ്ച് ഓഫ് സ്കെയിൽ പ്രോപ്പർട്ടി. ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് ടിയുടെ കൂടെ ഈ ടിയുടെ കൂടെ നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ ടി ഫോമിൽ ലാപ്ലാസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എ ടി വന്നാൽ ഇവിടെ എന്തൊക്കെ ചേഞ്ച് ആണ് ഉണ്ടാവുക? എസ് ചേഞ്ചസ് ടു എസ് ബൈ എ. പുറത്ത് ഒരു 1/a ഉണ്ടാവും, പുറത്തൊരു 1/a ഉണ്ടാവും. എസ് ബൈ എ ഫംഗ്ഷൻ ഓഫ് എസ് ബൈ എ ആയി മാറും. അപ്പം നമ്മൾ അതിനൊരു ചെറിയൊരു പ്രൂഫായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to infinity ഫംഗ്ഷൻ ഓഫ് എ ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതിനാൽ ഇവിടെ എ ടിക്ക് പകരം എ ടി എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഒരു യു എന്ന് പേര് കൊടുത്ത് എ ടീനെ യുവിലേക്ക് കൊടുത്ത് അപ്പോൾ ഡി നമ്മളിവിടെ എ ഇൻറ്റു ഡി ടി ഈസ് ഈക്വൽ ടു ഡി യു. അപ്പോൾ ഡി ടി എന്ന് പറഞ്ഞാൽ ഡി യു ബൈ എ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ മാറ്റുക ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ ടി എന്ന് പറഞ്ഞാൽ യു ബൈ എ അല്ലേ. ടിക്ക് പകരം ഇവിടെ യു ബൈ എ കൊടുത്തു. ഫംഗ്ഷൻ ഓഫ് എ ടിക്ക് പകരം യു, ഡി ടിക്ക് പകരം ഡി യു ബൈ എ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് 1/a പുറത്തെടുക്കുക. ഈ എനെ ഞാൻ പുറത്തെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ 0 to infinity ഫംഗ്ഷൻ ഓഫ് യു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ബൈ എ ഇൻറ്റു ഡി യു. ദാറ്റ് ഈസ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 1/a ഇവിടെ ഉണ്ട്. ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എസ് ബൈ എ ആണ്. ദിസ് ഈസ് ഫംഗ്ഷൻ ഓഫ് എന്താണ്? എസ് ബൈ എ. ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് എസ് ബൈ എ ആണ്. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു സൈൻ എ ടി. ഇത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഫ് ഓഫ് എ ടി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലാപ്ലാസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ടി കണ്ടുപിടിച്ചതിന് ശേഷം എസിനെ എടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. എസിനെ എസ് ബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യണം. ഒരു 1/a കൊണ്ട് ഒരു എ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. അതല്ലേ നമ്മൾ പഠിച്ചത്? ലാപ്ലാസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എ ടി കാണാൻ എന്തൊക്കെ ചെയ്യണം? ഫംഗ്ഷൻ ഓഫ് ടി കണ്ടതിൻ്റെ ലാപ്ലാസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ടി കാണുക. എസിന് അതിനുശേഷം എസിനെ എസ് ബൈ എയിലേക്ക് മാറ്റുക. പിന്നെ ഒരു 1/a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം ലാപ്ലാസ് ഓഫ് ഇത് ഫംഗ്ഷൻ ഓഫ് എ ടി ആണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എ ടി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഇ റൈസ് ടു എ ടി ഇൻറ്റു സൈൻ എ ടി. ഇത് ഫംഗ്ഷൻ ഓഫ് എ ടി അടങ്ങിയിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ശരിക്കും ഇത് ഫംഗ്ഷൻ ഓഫ് എ ടി ആണെങ്കിൽ, ഇതൊരു ഫംഗ്ഷൻ ഓഫ് എ ടി ആണെങ്കിൽ ഇതിൻ്റെ ഫംഗ്ഷൻ ഓഫ് ടി എന്തായിരിക്കും? ഫംഗ്ഷൻ ഓഫ് ടി എന്ന് പറയുന്നത് ഇ റൈസ് ടി ഇൻറ്റു സൈൻ ടി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഫംഗ്ഷൻ ഓഫ് ടി എഴുതി വെച്ച് ഇ റൈസ് ടി ഇൻറ്റു സൈൻ ടി ആണ്. അപ്പോൾ എൽ ഓഫ് എഫ് ടി കാണാൻ എൽ ഓഫ് ഇത് കണ്ടുപിടിക്കുക. ഇതിൻ്റെ എൽ ഓഫ് എഫ് ടി എങ്ങനെ കണ്ടുപിടിക്കുക? സൈൻ ടീൻ്റെ ലാപ്ലാസ് കണ്ടുപിടിച്ചിട്ട് എസിന് നമ്മൾ ഇത് ഇ റൈസ് ടു ടി വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എസ് ചേഞ്ചസ് ടു എസ് മൈനസ് എ. ഇവിടെ എ സമം 1 ആണ്. അപ്പോൾ ലാപ്ലാസ് ഓഫ് സൈൻ ടി കാണുക. ലാപ്ലാസ് ഓഫ് സൈൻ ടി നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതാണ് ലാപ്ലാസ് ഓഫ് സൈൻ ടി. അത് കാരണം വെച്ചാൽ എസിന് നമ്മൾ എടുത്ത് ഷിഫ്റ്റ് ചെയ്യുക എസ് മൈനസ് 1. അപ്പോൾ ഇവിടെ എസ് മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും.
അപ്പോൾ 1/s - n² പ്ലസ് ഫംഗ്ഷൻ ഓഫ് എസ്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ഓഫ് എസിന് ആൻസർ കിട്ടി. ഇനി നമ്മൾ എൽ ഓഫ് എഫ് ഓഫ് ടി കാണാൻ ശ്രമിക്കുക. എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എൽ ഓഫ് ഇ റേസ് ടു ഫംഗ്ഷൻ ഓഫ് എ ടി എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി ഇൻറ്റു സൈൻ ഐ ടി ആണ്. ഇ റേസ് ടു എ ടി ഇൻറ്റു സൈൻ ഐ ടി. അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/a ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എസ് ബൈ എ ഉണ്ടാകും. 1/a ഫംഗ്ഷൻ ഓഫ് എസ് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ, ഇതല്ലേ ഫംഗ്ഷൻ ഓഫ് എസ്. 1/a. അപ്പോൾ 1/a ഇവിടെ ഇട്ടിട്ടുണ്ട്. ഫംഗ്ഷൻ ഓഫ് എസ് ബൈ എ ഇവിടെ എസിനെ മാറ്റി എന്ത് ചെയ്യുക? എസ് ബൈ എ എന്ന് എഴുതുക. 1/s - a² പ്ലസ് 1. അതിന് ഇവിടെ എൽ സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. s - n² പ്ലസ് 1. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഒന്ന് എൽ സി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ആൻസർ ഇങ്ങനെ മാറും. എയും വെട്ടി മോളിൽ എ വരും. അപ്പോൾ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇനി ഡിവിഷൻ ഓഫ് ടി നമ്മൾ ഇത്ര നേരം കണ്ടത് ലാപ്ലാസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എ ഇൻറ്റു ടി ആ. ഇനി നമ്മൾ ഡിവിഷൻ ഓഫ് ടി കണ്ടുപിടിക്കണം. എന്താ ഡിവിഷൻ ഓഫ് ടി? ഫംഗ്ഷൻ ഓഫ് ടി ഡിവൈഡ് ബൈ ടി. നമ്മൾ നേരത്തെ നമ്മൾ കണ്ടത് ഫംഗ്ഷൻ ഓഫ് എ ഇൻറ്റു ടി ആണ്. ഇനി ഡിവിഷൻ ബൈ ടി. ഡിവിഷൻ ബൈ ടി എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ടീനെ ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ടൈപ്പിലുള്ള ലാപ്ലാസ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ലാപ്ലാസ് എഫ് ഓഫ് ടി ബൈ ഇൻ്റർ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. അതായത് ആദ്യം നമ്മൾ ഫംഗ്ഷൻ ഓഫ് ടീൻ്റെ ലാപ്ലാസ് എഫ് ഓഫ് എസ് ആണെന്ന് വിചാരിക്കും. ഫംഗ്ഷൻ ഓഫ് ടീൻ്റെ ലാപ്ലാസ് എന്താണ്? ഫംഗ്ഷൻ ഓഫ് എസ് ആണ്. അങ്ങനെയാണ് എഫ് ഓഫ് ടി ബൈ ടീൻ്റെ ലാപ്ലാസ് എന്ത് വരും? ഇൻ്റർ എസ് ടു ഇൻഫിനിറ്റി. ഈ സാധനം വേണേ, ഈ സാധനമാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് തീറ്റ ഇൻ്റർ എസ് ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഓഫ് തീറ്റ ഡി തീറ്റ. ഈ ഫോർമുല പഠിക്കണം. എഫ് ഓഫ് ടി ഇൻ്റർ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് തീറ്റ. എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്ന സാധനം ഇവിടെയുള്ള എഫ് ഓഫ് എസ് ആണ്. അതിന് എസിനെ മറ്റു തീറ്റ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട്. അതിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, പ്രൂഫ് നമുക്ക് ചോദിക്കില്ല. അപ്പോൾ നമുക്ക് ഫൈൻഡ് ദ ലാപ്ലാസ് ഓഫ് 1 - cos t ബൈ ടി കണ്ടുപിടിക്കണം. അതായത് ടി അടിയിൽ ഡിവൈഡ് ചെയ്ത ടൈപ്പിൽ. അപ്പോൾ ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി ബൈ ടി. ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1 - cos t. ആദ്യം നമ്മൾ എഫ് ഓഫ് ടി എഴുതി വെക്കുക. 1 - cos t. അതിൻ്റെ ലാപ്ലാസ് ഓഫ് 1 - cos t. ലാപ്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1/s ആണ്. ലാപ്ലാസ് cos t എന്ന് പറഞ്ഞാൽ s/s² പ്ലസ് 1 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഫംഗ്ഷൻ ഓഫ് എസ് ആണ്. ഈ സാധനം എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എസ് ആണ്. അപ്പോൾ ലാപ്ലാസ് ഓഫ് എന്താണ്? ലാപ്ലാസ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ? ലാപ്ലാസ് ഓഫ് 1 - cos t ബൈ ടി ആണ്. അപ്പോൾ അത് കാണാൻ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് നമ്മൾ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഓഫ് തീറ്റ ഡി തീറ്റ. ഫംഗ്ഷൻ ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫംഗ്ഷൻ ഓഫ് തീറ്റ. അപ്പോൾ അതിന് 1/തീറ്റ ഫംഗ്ഷൻ ഇവിടെ ഇത് ഫംഗ്ഷൻ ഓഫ് എസ് ഈക്വൽ ഇതാണെങ്കിൽ ഫംഗ്ഷൻ ഓഫ് തീറ്റ 1/a തീറ്റ മൈനസ് തീറ്റ ബൈ തീറ്റ² പ്ലസ് 1. അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗ് തീറ്റ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് തീറ്റ. ഇതിൻ്റെ ഡെറിവേറ്റീവ് മോളുണ്ടോ നോക്കുക. തീറ്റ ബൈ തീറ്റ² പ്ലസ് 1 അല്ലേ? തീറ്റ ബൈ തീറ്റ² പ്ലസ് 1. തീറ്റ² പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് തീറ്റയിൽ 2 തീറ്റ അല്ല, ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക പുറത്ത്. അപ്പോൾ 1/2 നമുക്ക് 1/2 പുറത്തിട്ട് കൊടുക്കുക. അതിന് ഇത് ബ്രാക്കറ്റിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് മോളുള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ ഹാഫ് ഓഫ് ലോഗ് ഓഫ് തീറ്റ² പ്ലസ് 1 അങ്ങനെ എഴുതാം. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ചെയ്യേണ്ടത്, പക്ഷെ ഇതാണ് എളുപ്പം മാത്രം. ഈ അടിയിലെ സാധനത്തിന് ഡെറിവേറ്റീവ് 2 തീറ്റ മോളുണ്ട്, അതുകൊണ്ട് ലോഗ് ഓഫ് തീറ്റ² അവിടെ എഴുതിയണ്ട. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത്. അപ്പോൾ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഡയറക്റ്റ് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ബി ഇൻഫിനിറ്റി കൊടുത്തിട്ട് എസ് ടു ബി എന്ന് എഴുതുക. കാരണം ഇവിടെ നമുക്ക് ചിലപ്പോൾ അത് ഗുണം ചെയ്യും. അതിവിടെ ചിലപ്പോൾ ഗുണം ചെയ്യും. അപ്പോൾ നമ്മൾ എസ് ടു ബി എന്ന് എഴുതിയിട്ട് ഇവിടെ ബി ഇൻഫിനിറ്റി കൊടുത്താൽ അപ്പോൾ എസ് ടു ഇൻഫിനിറ്റി തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഇത് ലോഗ് തീറ്റ ഈ സ്റ്റെപ്പിൽ അങ്ങനെ തന്നെ ഇതിനെ 1/2 നമുക്ക് മുകളിലേക്ക് എഴുതാം. ലോഗ് തീറ്റ² പ്ലസ് 1 റൈസ് ടു ഹാഫ്. കാരണം എന്താ? എം ലോഗ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് എൻ റൈസ് ടു എം അല്ല, അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 1/2 മുകളിലേക്ക് പോകും. തീറ്റ² പ്ലസ് 1 റൈസ് ടു ഹാഫ്. ഓക്കെ. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ? ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി. അതാണ് ഈ സ്റ്റെപ്പിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ഇനി എന്ത് ചെയ്യുന്നാൽ ആദ്യം ബി എന്ന് പറഞ്ഞ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലോഗരിതം ഓഫ്
ബി ബൈ ബി സ്ക്വയർ പ്ലസ് വൺ ഓൾറേസ് ടു ഹാഫ് മൈനസ് ലോഗ് പിന്നെ എസ് അപ്ലൈ ചെയ്യാം എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ ഓൾറേസ് ടു ഹാഫ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടുന്നും നമ്മൾ ബി പുറത്തെടുക്കുക. അപ്പോൾ ഇവിടുന്ന് ബി പുറത്തെടുക്കുമ്പോൾ ഇവിടെ 1 ബൈ ബി സ്ക്വയർ ഉണ്ടാവും, അങ്ങനെ വരും. ഇവിടുന്ന് ബി പുറത്തെടുത്ത് ഇവിടുന്ന് ബി പുറത്ത് ബിയും ബിയും ക്യാൻസൽ ആയിട്ട് 1 പ്ലസ് 1 ബൈ ബി സ്ക്വയർ ഓൾറേസ് ടു ഹാഫ് മൈനസ് ഇവിടുന്ന് എസ് പുറത്തെടുക്കുക. എസ് ബൈ അല്ല അത് എസ് പുറത്തെടുക്കണ്ട, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഓൾറേസ് ടു ഹാഫ്. ഇത് വെട്ടിയിട്ട് നമ്മൾ ബി ഇൻഫിനിറ്റി കൊടുക്കുക. ഇത് വെട്ടിയിട്ട് ബി ഇൻഫിനിറ്റി ഇവിടെ ബി ഇൻഫിനിറ്റി കൊടുത്താൽ 1 ബൈ ഇൻഫിനിറ്റി വരും. 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി എന്തായി പോകും, ഈ ക്വാണ്ടിറ്റി 0 ആയി പോകും. 1 ബൈ ഇൻഫിനിറ്റി 0 അല്ലേ, അപ്പോൾ 1 ബൈ 1 പ്ലസ് 0 വരും. ലോഗരിതം ഓഫ് 1 ബൈ 1 പ്ലസ് 0, ലോഗരിതം ഓഫ് 1 ബൈ 1 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ ലോഗ് 1 തന്നെ. ലോഗ് 1 എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി 0 വരിക. ലോഗ് 1 0 ആണ്, ലോഗ് 1 0 ആണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ വരും. അപ്പോൾ ഇത് 0 ആയി കഴിഞ്ഞാൽ ഈ ബാക്കി സാധനം ഇത് മാത്രമേ ബാക്കി ഉണ്ടാവും. ഓക്കെ, അത് മാത്രമേ ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ എഴുതാം, നെഗറ്റീവ് ലോഗ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ നെഗറ്റീവിനുള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ടാൽ മതി. ഓക്കെ, നെഗറ്റീവ് ഓഫ് എ ബൈ ബി എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, തിരിച്ചിട്ടാൽ എടുത്താൽ ലോഗ് ബി ബൈ എ, നെഗറ്റീവ് പോക്കാൻ ലോഗ് ബി ബൈ എ. അപ്പോൾ ഇത് എസ് താഴെ വന്ന് ഈ സാധനം മുകളിലേക്ക് എഴുതി, അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടി. എസ് താഴെ കിട്ടിയത് മുകളിൽ റെസിപ്രോക്കൽ എടുത്താൽ അപ്പോൾ ഇതിന് ആൻസർ ആവും. മൈനസ് ലോഗ് എ ബൈ ബി എന്നുള്ളത് ലോഗ് ബി ബൈ എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. കോസ് 2t മൈനസ് 3t ബൈ 3t ഡിവൈഡ് ബൈ ടി, അതിൻ്റെ ലാപ്ലാസ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ആദ്യം ഫംഗ്ഷൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ കോസ് 2t മൈനസ് കോസ് 3t എടുക്കുക, ലാപ്ലാസ് കണ്ടുപിടിക്കുക. ലാപ്ലാസ് ഓഫ് കോസ് 2t മൈനസ് കോസ് 3t. അപ്പോൾ ഇതിൻ്റെ ലാപ്ലാസ് ഇതാണ്, ഇതിൻ്റെ ലാപ്ലാസ് ഇതാണ്. ഇതിൻ്റെ പേര് നമ്മൾ ഫംഗ്ഷൻ ഓഫ് എസ് എന്ന് വിളിച്ച്, അത് നമ്മൾ ഫംഗ്ഷൻ ഓഫ് എസ് ആയി. ഇനി നമ്മൾ എഫ് ഓഫ് ടി ബൈ ടി, ഈ സാധനമാണ് നമുക്ക് ശരിയായി യഥാർത്ഥത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇൻ്റർ എസ് ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഓഫ് തീറ്റ ഡി തീറ്റ. ഫംഗ്ഷൻ ഓഫ് തീറ്റ തന്നെ ഇവിടെ എസ് മാറ്റി ഇവിടെ തീറ്റ എസ് മാറ്റി തീറ്റ കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ വരും, ഈ സാധനം ഇങ്ങനെയാവും, ഈ സാധനം ഇങ്ങനെയാവും. നമ്മളെ ഇവിടെ ഇൻഫിനിറ്റി എന്നുള്ള പറഞ്ഞ സാധനം ഇവിടെ ലിമിറ്റ് കൊടുത്തിട്ട് ബിക്ക് ഇൻഫിനിറ്റി കൊടുത്തിട്ട് ഇവിടെ എസ് ടു ബി എന്ന് എഴുതുക. അപ്പോൾ ഇതിങ്ങനെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ, ഈ സ്റ്റെപ്പ് ഇങ്ങനെ, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇതിൻ്റെ ഈ അടിയുള്ള അതിൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ 1/2 പുറത്തിട്ടിട്ട് മുകളിൽ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഈ സാധനം ഡെറിവേറ്റീവ് 2 തീറ്റ മുകളിലുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ ഇവിടെയും 1/2 പുറത്തിട്ടിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മുകളിൽ. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ 2 തീറ്റ ബൈ 2 തീറ്റ ബൈ തീറ്റ സ്ക്വയർ പ്ലസ് 4. അപ്പോൾ ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ ഡെറിവേറ്റീവ് തീറ്റ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 തീറ്റ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കറക്റ്റായി ലോഗരിതം ഓഫ് തീറ്റ സ്ക്വയർ പ്ലസ് 4 എന്നതാണ്. 1/2 ഇവിടെ ഇടണേ. 1/2 ഇവിടെയുള്ള 1/2 ഇവിടെയുള്ള 1/2 കോമൺ ആയിട്ട് പുറത്തിട്ട് ഇവിടെ പുറത്തിട്ടിട്ടുണ്ട്. ഇത് ഇവിടുന്ന് ലോഗരിതം ഓഫ് തീറ്റ സ്ക്വയർ പ്ലസ് 4 വരും, ഇവിടുന്ന് ലോഗരിതം ഓഫ് തീറ്റ സ്ക്വയർ പ്ലസ് 9 വരും. അപ്പോൾ ഇത് ലോഗ് എ മൈനസ് ലോഗ് ബി ടൈപ്പാണ്. അപ്പോൾ ലോഗ് എ ബൈ ബി എന്നാണ്, തീറ്റ സ്ക്വയർ പ്ലസ് 4 ബൈ തീറ്റ സ്ക്വയർ പ്ലസ് 9. ഇപ്പോൾ നമ്മൾ ബി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബി കൊടുത്താൽ ലോഗ് ബി സ്ക്വയർ പ്ലസ് 4 ബൈ ബി സ്ക്വയർ പ്ലസ് 9 മൈനസ് ലോഗ് എസ് കൊടുത്താൽ ബി കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും, എസ് കൊടുത്താൽ ഈ സാധനം കിട്ടും, ലോവർ ലിമിറ്റ് കൊടുത്താൽ. അപ്പം ഇനി മുകളിലൊന്നും താഴെയൊന്നും ഇവിടുന്ന് ബി പുറത്തെടുക്കുക, ഇവിടുന്ന് ബി സ്ക്വയർ പുറത്തെടുക്കുക. അപ്പോൾ ഇത് 1 പ്ലസ് 4 ബൈ ബി സ്ക്വയർ വരും, ഇവിടെ 1 പ്ലസ് 9 ബൈ ബി സ്ക്വയർ വരും. ബി സ്ക്വയർ വെട്ടിപ്പോയി, ഇവിടുന്ന് ഇതിങ്ങനെ തന്നെ നിന്നോട്ടെ. പിന്നെ നമ്മൾ ബി ടൈംസ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇത് ബി ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് 0 ആയി പോകും, ബി ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് 0 ആകും. അപ്പോൾ ലോഗരിതം ഓഫ് 1/1 വരും. ലോഗരിതം 1/1 എന്ന് പറഞ്ഞാൽ ലോഗ് 1 ആണ്, ലോഗ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഈ സാധനം ഇതിങ്ങനെ തന്നെ എഴുതി, ഇതിങ്ങനെ തന്നെ എഴുതി, അതിൽ വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ഒരു 1/2 പുറത്തുണ്ട്. അപ്പോൾ 1/2 ഇവിടെ പുറത്തുണ്ട്, 1/2 ഈ സാധനം വരും 1/2. അപ്പോൾ ഇവിടെയുള്ള നെഗറ്റീവ് പോക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ എസ് സ്ക്വയർ പ്ലസ് 9 നമ്മൾ മുകളിലേക്ക് എഴുതുക, എസ് സ്ക്വയർ പ്ലസ് 4 താഴേക്ക് എഴുതുക. അപ്പോൾ ലോഗരിതം എസ് സ്ക്വയർ പ്ലസ് 9 ബൈ എസ് സ്ക്വയർ പ്ലസ് 4. അപ്പോൾ ഹാഫ് ഇവിടെ ഉണ്ട്, ഇനി ഈ ഹാഫിനെ മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ ദിസ് റേസ് ടു ഹാഫ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ഫംഗ്ഷൻ ഓഫ് ടിക്കിൽ സൈൻ ടി, കോസ് ടി, സീക് ടി ആൻഡ് കൊസീക് ടി. സൈൻ ടീൻ്റെ റെസിപ്രോക്കലാണ് കൊസീക് ടി, കോസ് ടീൻ്റെ റെസിപ്രോക്കലാണ് സീക് ടി.
ഇതൊക്കെ പീരിയോഡിക് ഫംഗ്ഷനാണ് വിത്ത് പീരീഡ്. ഇതിൻ്റെ പീരീഡ് എന്താണ്? 2π ആണ്. നമുക്കറിയാം സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ്. ഇങ്ങനെ ഇതിൻ്റെ ഒരു പീരീഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2π ആണ്. പിന്നെ ഇത് ആവർത്തിക്കുന്നത് അടുത്ത പീരീഡിൽ ഇങ്ങനെ വരും, ഒരു 2π ലെങ്ത്. അപ്പോൾ ഇതിൻ്റെ പീരീഡ് സൈൻ്റെയും കോസിൻ്റെയും ഒക്കെ പീരീഡ് 2π ആണ്. സൈൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക് ആയതുകൊണ്ട് അതിൻ്റെ പീരീഡ് 2π, കോസിൻ്റെ റെസിപ്രോക്കൽ സീക്ക് ആയതുകൊണ്ട് പീരീഡ് 2π. ഇത് പീരീഡ്. ഇനി ടാനും കോട്ടും അതിൻ്റെ പീരീഡ് π ആണ്. അതിൻ്റെ പീരീഡ് എത്രയാണ്? π ആണ് ഒരു. അപ്പോൾ സൈന് കോസ് സീക്ക് കൊസീക്ക്, സൈനും കോസിൻ്റെയും പീരീഡ് 2π. അതിൻ്റെ റെസിപ്രോക്കൽ എത്രയുണ്ട്? ടാനും കോട്ടും π അതിൻ്റെ പീരീഡ്. ഓക്കെ. ലാപ്ലാസ് നമ്മൾ കാണാൻ പോകുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ്. പീരിയോഡിക് ഫംഗ്ഷൻസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം. എ ഫംഗ്ഷൻ ഓഫ് ടി സെറ്റ് ബി പീരിയോഡിക് ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷൻ ഓഫ് ടി പ്ലസ് ടി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ടി. ഉദാഹരണത്തിന് നമ്മൾ സൈൻ 2x പ്ലസ് 2π അതിൻ്റെ പീരീഡ് കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൈൻ 2x ആണ് കിട്ടും. ഇതിൻ്റെ പീരീഡ് 2π അല്ലേ? അത് കൂട്ടിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇങ്ങനെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ. ഇപ്പോൾ ഇവിടെയുള്ള ഈ വാല്യൂ പിന്നെ ഇവിടെയുള്ള ഈ വാല്യൂ സെയിം ആയിരിക്കും. കാരണം ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടുത്തെ എന്തൊരു വരിക എക്സ് പ്ലസ് 2π എന്ന് പറഞ്ഞ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ. ഇത് ഇവിടെ എക്സ് ആണെങ്കിൽ ഈ പോയിന്റ് എക്സ് പ്ലസ് 2π. ഇവിടെ രണ്ടിടത്തിലുള്ള y വാല്യൂ എന്താണ്? ഈ വാല്യൂ രണ്ട് സെയിം ആയിരിക്കും, എക്സ് പ്ലസ് 2π. അതാണ് സൈൻ ഓഫ് 2x പ്ലസ് 2π. നമ്മൾ 2π ആഡ് ചെയ്താൽ ആ സൈൻ 2xൻ്റെ വാല്യൂ തന്നെ കിട്ടുക. ഉദാഹരണത്തിന് സൈൻ 90ൻ്റെ വില സൈൻ 90 പ്ലസ് 2π എന്ന് പറഞ്ഞാൽ എന്തിനു വരിക? സൈൻ 90 തന്നെ വരിക. അത് 1 ആയിരിക്കും. 1 അല്ല, 2π ആഡ് ചെയ്താൽ നമ്മൾ 2π എന്ന് പറഞ്ഞാൽ പീരീഡ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഫംഗ്ഷൻ ഓഫ് ടി പ്ലസ് ടി. ഇത് പീരീഡ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഓഫ് ടി തന്നെയാണ് വരിക ആൻസറായിട്ട്. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേര്, നമ്മൾ 2πനെ വിളിക്കുന്ന പേരെന്താണ്? ആ 2πനെ വിളിക്കുന്ന പേര് പീരീഡ് എന്നാണ്. ഇനി അടുത്ത തിയറം, let a function of t be a periodic function with period t. Period t ആണ്. Then the Laplace transformation of a function of this t. L of f of t is equal to 1/1 minus e raised to minus st. ഇത് പീരീഡ് ടി ആയിട്ടുള്ള പീരീഡ് ആണ്. ഇതിൻ്റെ 0 to പീരീഡ് ടി ആണ്. ഫംഗ്ഷൻ ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഫംഗ്ഷൻ ഓഫ് ടി ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. 1/1 minus e raised to minus st. Integral 0 to t function of t e raised to minus st dt. Find the Laplace transform of the periodic function f of t is equal to t for 0 less than or t less than or equal to a. And function of t plus a is equal to function of t for all t. And the period a ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ പീരീഡ് എ ആണ്. ഹിയർ ഗിവൺ ഫംഗ്ഷൻ ഈസ് ഫംഗ്ഷൻ ഓഫ് ടി ഈക്വൽ ടി ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് ടി ഈക്വൽ ടു എ. ടി സമം എ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാപ്ലാസിൻ്റെ തിയറം പ്രകാരം എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 1/1 മൈനസ്, ഇതാണ് ഡെഫിനിഷൻ. ദിസ് ഈസ് ദ ഡെഫിനിഷൻ. അപ്പം നമ്മൾ പീരീഡ് എ ആയതുകൊണ്ട് ടിക്ക് പകരം നമ്മൾ രണ്ടിടത്തിൽ എ കൊടുത്തു. ഇൻ്റഗ്രൽ 0 to a t ഇൻറ്റു ഇ റേസ്ഡ് ടു മൈനസ്. ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൗണ്ടറി 0 to a ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ഇങ്ങനെ വരും. ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. അതിൻ്റെ ആൻസർ ഇതാണ്. ഇത് ഇവിടെ നമ്മൾ എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ജസ്റ്റ് എൽ സി എടുത്തിട്ട് ഒന്നുമില്ല, അത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തോ. ഇത് ഈ പുറത്തുള്ള ഈ പുറത്തുള്ള ടേമിന് ഇവിടത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഇവിടുന്ന് നമ്മൾ നെഗറ്റീവ് പുറത്തെടുത്തിട്ട് 1 മൈനസ് ഇ റേസ് ടു മൈനസ് എസ് എന്നാക്കിയത്. ഈ ടേമിന്ന് നെഗറ്റീവ് പുറത്തെടുത്ത് എന്നിട്ട് ഇത് ഉള്ളിലേക്ക് ഈ സാധനം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതങ്ങ് വെട്ടിപ്പോവും. പിന്നെ 1/s² മാത്രമേ ബാക്കിയുണ്ടാവും ഇവിടെ. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 1/s² ഉണ്ടാവും. അതുകൊണ്ട് ഈ ടേം ക്യാൻസൽ ആയി പോകും.
1/s². അത്രയേ ഉള്ളൂ. ഇനി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. എന്താ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ? A unit step function is denoted by u of t minus a for all a greater than or equal to 0. Is defined as u of t is equal to 0 if t less than a and u of t greater than or equal to 1. 0 ഉം 1 മാത്രമേ വാല്യൂസ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് ഇതിങ്ങനെ വരിക. ഇതിപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിൻ്റാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പുറത്ത് ഇവിടെയുള്ള ടീകളാണ്. അപ്പോൾ എനേക്കാൾ ചെറുതാണ് ടി എങ്കിൽ ഈ വാല്യൂസ് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുക 0 അല്ല. 0 ഇതാണ്. ഇതിൻ്റെ ഇപ്പുറത്തുള്ള പോയിന്റ് എല്ലാം മാപ്പ് ചെയ്യുന്നത് 0 അല്ല, എ വരെയുള്ള പോയിന്റ്. അതിന് ടി ഏനേക്കാൾ വലുതാകുമ്പോൾ ഏനേക്കാൾ വലുതുള്ള ടീകൾക്ക് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത് 1ലേക്ക്. ഇത് 0, ഇത് 1. ഓക്കെ, 1ലേക്കാണ് മാപ്പ് ചെയ്യുക. കംപ്ലീറ്റ് മാപ്പ് ചെയ്യുന്നത് 1ലേക്ക്. ഇവിടെയുള്ള ഇമേജസ് 1, ഇവിടെയുള്ള ഇമേജ് 0. അതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u of t minus a എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u of t minus a. അപ്പോൾ ലാപ്ലാസ് f of t സിക്കൽ ഇത് ഡെഫിനിഷനാണ്. u of t minus a കാണുമെങ്കിൽ ലാപ്ലാസ് നമ്മൾ u of t minus a എഴുതി. അപ്പോൾ നമുക്ക് എഴുതാം, അതിന് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം. ടി ഏനേക്കാളും ചെറിയ ടിയും ഏനേക്കാളും വലിയ ടി. അപ്പോൾ ഇൻ്റഗ്രൽ 0 to a ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, a to ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് 0 മുതൽ എ വരെ, എ മുതൽ ഇൻഫിനിറ്റി വരെ. ഇവിടെയുള്ള ടി, ഇവിടെയുള്ള ടി. 0 to a വരെയുള്ള ടിക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്, 0ലേക്ക് മാപ്പിങ്. 1 to ഇൻഫിനിറ്റി, a to ഇൻഫിനിറ്റി ആണെങ്കിൽ 1 ആണ് മാപ്പിങ്. അപ്പോൾ നമുക്ക് ഇത് ഈ ക്വാണ്ടിറ്റി 0 ആയി പോകും. ഇവിടെ ഇത് നമുക്ക് a to ഇൻഫിനിറ്റി e raised to minus st dt കിട്ടും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ e raised to നമുക്ക് അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ആൻസർ കിട്ടും, e raised to minus as/s. അത് നിങ്ങൾ ബൗണ്ടറി ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ e raised to minus as/s കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് ആൻഡ് ഇൻ്റഗ്രൽസ്. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫ്രം ഡെറിവേറ്റീവ്സ് ആൻഡ് ഇൻ്റഗ്രൽസ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഗ്രാഫൊക്കെ വരക്കാൻ പറ്റും. അതാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ 0, എല്ലാ ടീകൾക്കും ഗ്രാഫ് കണ്ടിന്യൂസ് ആയിട്ട് പോകും. അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ടി ഇസ് എ പീസ് വൈസ് ആയിട്ട് കണ്ടിന്യൂസ് ആണ്. ദെൻ എൽ ഓഫ് എഫ് ഡാഷ് ടി, L of f dash t exists and provided limit t tends to e raised to minus t into f of t equal to 0, and L of f dash t is equal to s into L of f t minus f of 0. That is s into f bar of s minus f of 0. അതായത് നമുക്ക് ഇത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ്, ഇത് എഫ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇത് അനുവദിക്കുമെങ്കിൽ ലിമിറ്റ് ടി ടെൻഷൻ ഇ റേസ് ടു മൈനസ് എസ് ടിൻ്റെ എഫ് ഓഫ് ടിക്കൽ 0, ഈ കണ്ടീഷൻ അനുവദിക്കുമെങ്കിൽ, പ്രൊവൈഡഡ് ഈ കണ്ടീഷൻ അനുവദിക്കുമെങ്കിൽ ഇത് നമുക്ക് എഴുതാൻ പറ്റും. എന്താണ്? ലാപ്ലാസ് ഓഫ് എഫ് ഡാഷ് ടി എഴുതാൻ പറ്റും. ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് എഫ് ഡാഷ് ടിൻ്റെ ലാപ്ലാസ് നമുക്ക് എഴുതാൻ പറ്റും. അതെന്താണ്? എസ് ഇൻറ്റു എൽ എഫ് എഫ് ടി മൈനസ് എഫ് ഓഫ് 0. എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ടി മൈനസ് എഫ് ഓഫ് 0 എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസ് എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രൂഫും കാര്യമൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് എന്താ പറയുക, അതിൻ്റെ പ്രൂഫ് വേണ്ട. അപ്പോൾ അത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എഫ് ഡാഷ് ടിയും എഫ് ഡബിൾ ഡാഷ് ടിയും ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ കണ്ടീഷൻ അനുവദിക്കുകയും ചെയ്യുമെങ്കിൽ നമുക്ക് എഫ് റൈസ് ടു എൻ nth ഡെറിവേറ്റീവിൻ്റെ ലാപ്ലാസും കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഫോർമുല എസ് റൈസ് ടു എൻ എൽ ഓഫ് എഫ് ടി മൈനസ് എസ് റൈസ് ടു എൻ മൈനസ് 1 എഫ് ഓഫ് 0, എസ് റൈസ് ടു എൻ മൈനസ് 2 എഫ് ഡാഷ് 0, അങ്ങനെ എക്സെട്ര അങ്ങനെ പോകും. ഓക്കെ, ആ ഫോർമുല ജസ്റ്റ് നമ്മൾ ഒന്ന് മനസ്സിലാക്കി ഓർമ്മിച്ച് വയ്ക്കുക. നമ്മൾ ബൈഹാർട്ട് ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫൊന്നും വേണ്ട. ഫൈൻഡ് ദെൻ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ്റഗ്രേഷൻ ഓഫ് എഫ് ഓഫ് ടി. ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഇതാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഡി എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ടി ഡിവൈഡ് ബൈ എസ് ആണ്.
ഇന്റഗ്രേഷൻ വാല്യൂ ഇന്റഗ്രൽ 0 to t നമ്മൾ എഫ് ഓഫ് ടീനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ എഫ് ഓഫ് ടീൻ്റെ ഇന്റഗ്രേഷൻ്റെ ലാപ്ലാസ് എന്ന് പറയുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിവൈഡ് ബൈ എസ് ആണ്. അതിൻ്റെ പ്രൂഫൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് ഗിവൺ ദാറ്റ് ലാപ്ലാസ് ഓഫ് ടി സൈൻ എ ടി ഈസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ. ഫൈൻഡ് ലാപ്ലാസ് ഓഫ് എ ടി കോസ് എ ടി പ്ലസ് സൈൻ എ ടി. ഓക്കെ, ഗിവൺ ദാറ്റ് ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ലാപ്ലാസ് ഓഫ് ടി സൈൻ എ ടി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ലാപ്ലാസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതിൻ്റെ ലാപ്ലാസ് ഓഫ് എ ടി കോസ് ടി പ്ലസ് സൈൻ എ ടി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ലാപ്ലാസ് ഓഫ് എ ടി സൈൻ എ ടി കോസ് ടി സ്റ്റാർട്ട് ചെയ്ത് ലാപ്ലാസ് ഓഫ് ഇതെന്ന് പറയുന്നത് ശരിക്കും ഈ സാധനം എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ടി സൈൻ എ ടീൻ്റെ ഡെറിവേറ്റീവ് ആണ്. ടി സൈൻ എ ടീൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ടീൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ദിസ് കോസ് എ ടി ഇൻറ്റു എ പ്ലസ് സൈൻ എ ടി. അപ്പോൾ ഈ സാധനത്തിന് ഈ സാധനമല്ലേ ഇത് കാണുന്നത്, ഇതാണ് ഇത്. ഇതെങ്ങനെ കിട്ടുന്നത്? ഇതിനെ ഡെറിവേറ്റീവ് ഇപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഇത് എഴുതാം. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ലാപ്ലാസ് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. ലാപ്ലാസ് ഓഫ് എഫ് ഡാഷ് ടി നമ്മളെങ്ങനെ കണ്ടുപിടിച്ചത്? എസ് ഇൻറ്റു ലാപ്ലാസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ടി മൈനസ് ഫംഗ്ഷൻ ഓഫ് 0. എന്താണ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത്? എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി സൈൻ എ ടി. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ടി സൈൻ എ ടി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഇതാണ്, അതിവിടെ ഉണ്ട്. ഈ ക്വാണ്ടിറ്റി 2as ബൈ എസ് സ്ക്വയർ പ്ലസ് സ്ക്വയർ. അപ്പോൾ അവിടെ ഇതിന് പകരം ഇത് എഴുതുക. ഇനി ഫംഗ്ഷൻ ഓഫ് 0 ആണെങ്കിൽ ഇവിടെ ടിക്ക് 0 എടുത്താൽ അപ്പോൾ 0 ആയിപ്പോയി. അപ്പോൾ ഈ ക്വാണ്ടിറ്റി 0 ആയിപ്പോയി. അപ്പോൾ ഇവിടെ എസും ഈ എസും മൾട്ടിപ്ലൈ 2as സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇനി അടുത്ത അതേപോലെ തന്നെ ഒരു ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ അടുത്ത ഇതിപ്പം ഡിഫറൻസിയേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ചെയ്തത്. ഇനി ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ലാപ്ലാസ് ഓഫ് ഇൻ്റഗ്രൽ 0 to t sin x by x dx. അപ്പോൾ നമുക്കറിയാം ഈ ഫോർമുല നമ്മൾ പഠിച്ചാണ്. ലാപ്ലാസ് ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഡി ആണെങ്കിൽ ലാപ്ലാസ് ഓഫ് എഫ് ഓഫ് ടി കണ്ടതിന് ശേഷം അതിനെ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ലാപ്ലാസ് ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് സൈൻ എക്സ് ബൈ എക്സ് ഡി എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ലാപ്ലാസ് ഓഫ് സൈൻ ടി ബൈ ടി ഡിവൈഡ് ബൈ എസ്. ഇതാണ് നമ്മൾ ഫംഗ്ഷൻ ഓഫ് യു ആയിട്ട് എടുക്കുന്നത്. ഫംഗ്ഷൻ ഓഫ് യു. അപ്പോൾ ലാപ്ലാസ് ഓഫ് ഇൻ്റഗ്രൽ 0 to t sin x by x dx എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതാണ് ലാപ്ലാസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ടി. ഇവിടെ ഫംഗ്ഷൻ ഓഫ് ടി എന്ന് പറയുന്ന സാധനം ഇതാണ്. ലാപ്ലാസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ടി ഡിവൈഡ് ബൈ എസ്. ഓക്കെ, ഈ എസ് ഇവിടെ ഉണ്ട്. ഇതാണ് ഫംഗ്ഷൻ ഓഫ് ടി. അപ്പോൾ ലാപ്ലാസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ടി കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് കണ്ടുപിടിക്കണമല്ലോ. ലാപ്ലാസ് ഓഫ് സൈൻ ടി ബൈ ടി. എഫ് ഓഫ് ടികൾ സൈൻ ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് ടികൾ സൈൻ ടി എടുത്താൽ ലാപ്ലാസ് എഫ് ഓഫ് ടി എന്താ? ലാപ്ലാസ് ഓഫ് സൈൻ ടി. ലാപ്ലാസ് സൈൻ ടി നമുക്ക് അറിയാം 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇനി നമുക്ക് സൈൻ ടി ബൈ ടീൻ്റെ ഡെറിവേറ്റീവ് സൈൻ ടി ബൈ ടീൻ്റെ ഇത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലാപ്ലാസ് ഓഫ് സൈൻ ടി ബൈ ടി കാണാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ ഓഫ് തീറ്റ ഡി തീറ്റ. ഫംഗ്ഷൻ ഓഫ് തീറ്റ എങ്ങനെയാണ് വരിക? അവിടെ എസിന് പകരം നമ്മൾ തീറ്റ എന്ന് കൊടുത്താൽ. ഇപ്പോൾ എസിന് പകരം തീറ്റ എന്ന് കൊടുത്താൽ 1 ബൈ തീറ്റ സ്ക്വയർ പ്ലസ് 1 ഡി തീറ്റ. നമ്മൾ നേരത്തെ ചെയ്ത ഇതേപോലെ സാധനം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതി ഇൻ്റഗ്രൽ എസ് ടു ബി എഴുതി. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇത് 1 ബൈ നമ്മുടെ ഇൻ്റഗ്രൽ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നൊരു ഫോർമുല ഉണ്ട്. അത് എന്താണ്? 1 ബൈ എ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. ഇവിടെ എക്ക് പകരം 1 ആണ്, എക്സിന് പകരം തീറ്റയാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് തീറ്റ ബൈ എ എന്നാ വരിക. തീറ്റ ബൈ 1. അപ്പോൾ എസ് ടു ബി കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി പൈ ബൈ 2. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എന്താണ്? പൈ ബൈ 2. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി പൈ ബൈ 2. ടാൻ ഇൻവേഴ്സ് ഓഫ് എസ്. അപ്പോൾ ഇത് പൈ ബൈ 2. നമുക്ക് ഇതിൻ്റെ ആൻസർ ഇത്, ഇതിൻ്റെ ആൻസർ ഇത്. അപ്പോൾ പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് കിട്ടും. അപ്പോൾ ലാപ്ലാസ് ഓഫ് ഇൻ്റഗ്രൽ 0 to t sin x by x dx കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പൈ ബൈ 2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് ഓഫ് എസ് എന്ന് എഴുതാം. ഓക്കെ, ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് ഓഫ് എസ് ആണ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡ് ബൈ എസ്.
അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ടി ഡിവൈഡ് ബൈ എസ് ആണ് വരിക. ലാപ്ലാസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡ് ബൈ എസ്. π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് ഓഫ് എസ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമുക്കൊരു റിലേഷൻ ഉണ്ട്, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു π/2. ഓക്കെ, ഈ റിലേഷൻ വെച്ചിട്ടാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π/2. ഈ റിലേഷൻ വെച്ചിട്ടാണ് ഇവിടെ നമുക്ക് π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം.